ഈസ്റ്റിലെ രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളിൽ പുതിയ വിപ്ലവം കുറിച്ച് സൗദി അറേബ്യയും തുർക്കിയും തന്ത്രപ്രധാനമായ 12 മേഖലകളിൽ സഹകരണം പ്രഖ്യാപിച്ചു. സൗദി കിരീടാവകാശിയും തുർക്കി പ്രസിഡന്റും റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനും തമ്മിൽ നടന്ന ചർച്ചകൾ പുതിയൊരു സഹകരണ കാലഘട്ടത്തിലേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച കരാറുകൾ. പ്രതിരോധ മേഖലയിലെ സഹകരണം സജീവമാക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ്. പ്രതിരോധ മേഖലയിൽ തുർക്കി കൈവരിച്ച സാങ്കേതിക മുന്നേറ്റങ്ങൾ സൗദിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കരുത്ത് പകരും. ഒപ്പം സൗദിയുടെ വിശാലമായ വികസന പദ്ധതികളിൽ തുർക്കി കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ധാരണയായി. ഊർജം, ഖനനം, കൃഷി തുടങ്ങി 12 മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. ഇതുവഴി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സാമ്പത്തിക പുരോഗതിയും ഉറപ്പാക്കും. പലസ്തീൻ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും കൈക്കൊണ്ട ശക്തമായ നിലപാട് ശ്രദ്ധേയമാണ്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ഒന്നിച്ചു നീങ്ങാൻ നേതാക്കൾ തീരുമാനിച്ചു. യമനിലെ സമാധാന നീക്കങ്ങളിലും സുഡാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും സൗദിയും തുർക്കിയും ഒരേ നിലപാടിലാണ്. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി കിരീടാവകാശി ഉടൻ തുർക്കി സന്ദർശിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് തുർക്കി പ്രസിഡന്റിന്റെ സൗദി സന്ദർശനം സമാപിച്ചത്. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.